ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ കളിക്കാൻ പോണത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ആണ്. അപ്പം നമ്മൾ കുറച്ച് ഹിഡൻ വെഹിക്കിൾസ് ആണ് കണ്ടുപിടിക്കാൻ പോണത്. നമ്മളെ ഫസ്റ്റത്തെ ഹിഡൻ വെഹിക്കിൾ കിടക്കുന്നത് നമ്മളെ വില്ലേജിലാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് വില്ലേജിലോട്ട് പോവാം. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണാൻ വെച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 10K ആണ് നമ്മളെ ഫാം. പിന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക. ലൈക്ക് ടാർഗറ്റ് ഒരു 1K ആണ്. അപ്പം നമുക്ക് നേരെ നമ്മളെ വില്ലേജിലോട്ട് പോവാ. അവിടെയാണ് വണ്ടികൾ കിടക്കുന്നതെന്ന് പറയണ ഒരു ഷെടാ വണ്ടിയൊക്കെ കൊണ്ട് ഇടിക്കുകയാണല്ല. അവിടെ ഒരു ഹിഡൻ വെഹിക്കിൾ കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് വെഹിക്കിളാണ് അവിടെ കിടക്കുന്നത് നമുക്ക് പോയി നോക്കാം. ഫോർച്യൂണറിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടാണ് പോണത്. ഇതെന്താ തെറിച്ചു പോണ്? അതെന്താ തെറിച്ചു പോയി? ബോണറ്റാണ് കൈസ് തെറിച്ചു പോയത്. ഈ ഫോർച്യൂണറിനൊന്നും തീരെ ബിൽഡ് ക്വാളിറ്റി ഇല്ല ഗൈസ്. ഇപ്പം തന്നെ കണ്ടല്ലോ നിങ്ങൾ ഫോർച്യൂണറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ല. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അതവിടെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഫോർച്യൂണർ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വില്ലേജിൻ്റെ ഉള്ളിലൊന്ന് കയറി വെക്കാം. അവിടെ ട്രെയിൻ ഉണ്ടല്ലേ. ഓക്കെ, ഇവിടെ വല്ലതും നമ്മളെ എന്താണ് നമ്മളെ ഹിഡൻ വെഹിക്കിൾ ഇവിടെ ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. നമുക്ക് വണ്ടി നമ്മളെ ഫോർച്യൂണർ ഇവിടെ നിർത്താം. ഇത് ഫസ്റ്റത്തെ ഹിഡൻ വെഹിക്കിൾ ഏതാണെന്ന് നോക്കാം നമുക്ക് പോയിട്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി തപ്പാട്ടെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനത്തെ ഈ വീടുകളൊക്കെ അടുപ്പിച്ചുള്ളിടത്താണ് ആ വണ്ടികൾ അവർ കൂടുതലും കൊടുന്ന് വെക്കുക. ഓക്കെ, അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അത് ഏതാ വെച്ചാൽ ലംബോർഗിനി ടെർസ് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ ഹിഡൻ വെഹിക്കിൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും ഇത് എടുത്തിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്തത് സ്ഥലമൊന്നുമല്ല, ഒരു ഇതാണ് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകാത്തൊരു ടാസ്ക്കാണ്. ഇത് പോകണില്ല. ഷടാ, ഇത് പോകണില്ലല്ലോ. നമുക്ക് ഇനി വേറെ എവിടേക്കലും പോവാം. അടുത്ത വണ്ടി കിടക്കുന്നത് ഷോറൂമിൻ്റെ ആ ഭാഗത്താണ്. അല്ല, കൺസ്ട്രക്ഷൻ ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് നെക്സ്റ്റ് ഒരു വണ്ടി എടുക്കുന്നത്. അത് ഏത് വണ്ടിയാന്ന് എനിക്കറിയില്ല കേട്ടോ. കൺസ്ട്രക്ഷൻ ഏരിയയിൽ ഇപ്പം എന്ത് വണ്ടി അവർ കൊടുന്നേക്കുക? നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെ കുറേ ലംബോർഗിനി പോകുന്നുണ്ട് കേട്ടോ. എന്തത് ലംബോർഗിനി ജാതെ. ഓക്കെ, നമുക്ക് നേരെ കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ട് പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അതാ നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഫ്ലാറ്റൊക്കെ പണിയാൻ അവിടേക്ക് പോയേക്കാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവണാവോ? ഓക്കെ, വണ്ടി ഇടിച്ചിട്ടുണ്ട് ജസ്റ്റ്. ഓക്കെ, അതിൻ്റെ മേലെ എന്താ ഗൈസ്? അതെന്താ അതിൻ്റെ മേലെ? ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഇറങ്ങട്ടെ വണ്ടിയിൽ നിന്ന്. ഓക്കെ, അവിടെ എന്താ ഓട്ടോറിക്ഷയാണ് ഇരിക്കുന്നത്. ഞാൻ സ്നൈപ്പർ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അവിടെ വണ്ടി ഇവിടെ. ഓക്കെ ഗൈസ്, നമ്മളെ ഓട്ടോറിക്ഷ ടെക് ഓട്ടോറിക്ഷ നമ്മളെ സ്വന്തം. ഓക്കെ, നമുക്ക് എന്നാൽ പോയി എടുക്കാം. ഇതെന്ത് ഗൈസ്, ഉമ്മമാർ ഫ്ലാറ്റിൻ്റെ മേലെ കൂടെ നിൽക്കണത്? പണി എടുക്കണതിൻ്റെ മേലെയാണ് ഉമ്മമാർ വണ്ടി കൂടെ നിൽക്കണത്. ഇതിൻ്റെ മേലൊക്കെ എങ്ങനെയാണോ കയറ്റിച്ച്? സ്റ്റെപ്പ് കയറ്റിയിട്ടാവും മിനിമം. അല്ല, മാക്സിമം ഒരു സ്റ്റെപ്പ് കയറ്റിയിട്ടാവും കയറ്റിയിട്ടുണ്ടാവുക. നമുക്കൊരു കാര്യം ചെയ്യും, ഓട്ടോറിക്ഷ സ്റ്റണ്ട് ഓട്ടോറിക്ഷ വെക്കാം. ഇവനൊരു ഒറ്റ ചാട്ടാണ്ട് ചാടിപ്പിക്കഞ്ഞ് ഇടിച്ച് പണ്ടാറോ. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വണ്ടി എടുക്കാൻ പോവാം. ഓക്കെ, നമുക്ക് ഇവിടെ നെക്സ്റ്റ് വണ്ടി എവിടെയെന്ന് ചോദിക്കുക വെച്ചാൽ നമ്മളെ ഫ്ലാറ്റിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, നമുക്ക് കാണിച്ചു തരാം. നമ്മളെ വീടൊക്കെ നിൽക്കുന്ന ആ സ്ഥലത്തുണ്ടല്ലോ, അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവിടെയാണ് നെക്സ്റ്റ് വണ്ടി വരുന്നത്. അപ്പം നേരെ അങ്ങോട്ട് പോവുക ഗൈസ്. അവിടെ എവിടെയെന്നൊക്കെ ഒന്ന് തപ്പട്ടെ, എന്നിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെയൊക്കെ കയറി വെക്കാം. ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവാണ്ടിരിക്കില്ല ഗൈസ് നമ്മളെ അടുത്ത വണ്ടി. ഈ ഓട്ടോറിക്ഷ കൺട്രോൾ ചെയ്യത്തിരി പാടാണ്. പിന്നെ നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയേക്കാം. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവോ? മോനെ, നമ്മൾ ഡ്രിഫ്റ്റിംഗ് ആണ്. എന്താ ഗൈസ്, അതെന്താ മഴവില്ല? ഓ, ഇതെന്ത് ഗൈസ്, ഒരു എൻഡോവർ അല്ലേ കിടക്കുന്നത്? നമുക്ക് ഇറങ്ങിയിട്ട് പോയേക്കാം. നമ്മളെ തേർഡ് ഹിഡൻ വെഹിക്കിൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാ തോന്നുന്നു, ഇതന്നെ. ഓക്കെ, നമ്മളെ ഹിഡൻ വെഹിക്കിളിൻ്റെ തേർഡ് വണ്ടി കിട്ടിയിട്ടുണ്ട്. അതൊരു ഫോർഡ് എൻഡോവറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ടി എവിടെ ഉള്ളതെന്നൊക്കെ വെച്ചാൽ നമ്മളെ എയർപോർട്ടിൻ്റെ ആ ഭാഗത്താണ്. അങ്ങോട്ട് പോയേക്കാം. അവിടെ എന്ത് വണ്ടിയാണാവോ? അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു വണ്ടി റാമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഈ വണ്ടി റാമ്പ് കയറുമോ ഇല്ലെന്ന് നോക്കാം. ഇത്ര
ഇത്ര ഡിസ്റ്റൻസിൽ നിന്ന് കയറി നമ്മളെ വണ്ടി റാമ്പ് ഫുള്ളായിട്ട് കയറുമോ? ഓക്കെ ഗൈസ്, കയറിയിട്ടുണ്ട് കേട്ടോ. എത്ര ഡിസ്റ്റൻസ് അല്ല, ഏത് ഡിസ്റ്റൻസിൽ നിന്ന് വന്നാലും നമ്മളെ വണ്ടി കയറും. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ എയർപോർട്ടിലേക്ക് പോയി നോക്കാം. അവിടെ എവിടെ ഹിഡൻ വെഹിക്കിൾ കിടക്കണേന്ന് അറിയില്ലല്ലോ. അവിടെ എന്ത് ഹിഡൻ വെഹിക്കിൾ ആവും ഗൈസ്? ഗസ് ചെയ്യ് ഗൈസ്, നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് ഗസ് ചെയ്യ് ഗൈസ്, എന്നിട്ട് കമൻറ്റ് ചെയ്യിടാം അവിടെ എന്ത് വണ്ടിയാവും ഇരിക്കണതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ഡോറൊന്നും അടക്കട്ടെ. അടഞ്ഞിട്ടില്ല, വീണ്ടും അടക്കട്ടെ. ഓക്കെ, ഇത് തുറക്കുക ചെയ്ത് ബാക്ക് എടുത്തൊരു സ്പീഡിൽ ഒന്ന് അടച്ചാൽ മതി. ഓക്കെ, അടഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ഫിജാഗിരി ഇളകി പോയി എന്ന് തോന്നുന്നു. നമുക്കെന്നാ എയർപോർട്ടിൽ എന്ത് വണ്ടിയുള്ളതെന്ന് നോക്കാട്ടാ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെ ഹിഡൻ വെഹിക്കിൾ കിടക്കണേന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ഇവിടെ ഏതോ കണ്ടയില് പോയി കിടക്കണേ, ഇവിടെ എവിടെ കാണാനല്ലോ. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ സൈഡ് ചെയ്ത് ഡോർ അടഞ്ഞി. ഓക്കെ, ഞാൻ ആ സ്പീഡിൽ വന്ന് വളച്ചെടുത്തോണ്ടാ തോന്നുന്നു ഇങ്ങനെ. ഓക്കെ, നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് അവിടെ എവിടെയെങ്കിലും പോയി നോക്കാം. നിങ്ങൾ കണ്ടോ? ഓക്കെ, ഞാൻ സ്നൈപ്പർ എടുത്ത് കാണിച്ചു തരാം എന്താ വണ്ടിന്ന് എനിക്കറിയില്ല. ഓക്കെ, കാവാസാക്കി നിഞ്ച H2R. നമുക്ക് എന്തായാലും നമ്മളെ എൻഡോവർ എടുത്തിട്ട് അവിടം വരെ പോവാ. എന്നിട്ട് നമുക്ക് ആ നിഞ്ച ഇങ്ങോട്ട് എടുക്കാം. ഇത് ഇനിയും ഒരു വണ്ടിയും കൂടി ഉണ്ട് കേട്ടോ ഹിഡൻ വെഹിക്കിളായിട്ട്. നമുക്ക് പോയി നോക്കാം. ഇതെന്താ അതിനെ മേലെ തട്ടിയിട്ടും കൂടി ഇല്ലല്ലോ. ഇതെന്താ ഷെടാ, എന്തേലും ഒരു ഏത് കിട്ടിയാൽ മതിയില്ലേ എന്തേലൊക്കെ ഉണ്ടാവാന്. കുഴപ്പമില്ല, എന്തേലൊക്കെ ആവട്ടെ. നമുക്കെന്നാ നേരെ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ആ നിഞ്ച ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. ഇവന്മാരത്തിന് ഇത്ര മേലൊക്കെ കൊണ്ടുവെക്കണേ. ഇനി ഇതിന് മേലെ സ്റ്റെപ്പ് കയറി പോവാ ഒരു അരമണിക്കൂറേ ചങ്ങായിക്ക്. പ്രാന്ത, ഇങ്ങനെ കഴിഞ്ഞ് കയറിപ്പോയ എന്നെത്താനാ? ശൊലക്ക, നേരാണ്ട് കയറി പോവന്നാ. എത്തിയില്ല ഇതുവരെട്ടും. ഓക്കെ, നമ്മൾ നിഞ്ചയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. എത്ര സ്റ്റെപ്പാണ് അത് വെച്ചിട്ടുള്ളത്? ഇതെന്താ കേറാത്ത? ഇതെന്താ ഈ ചെങ്ങായി ഓവർ ആക്ടിങ് ആണ് ഗൈസ്. ഇയാള് വെറുതെ വീഴാൻ പോണ്, വെറുതെ കിടന്ന് വീഴന്നെ. വെറുതെ കണ്ടല്ലേ നിങ്ങള്, ചാടീന് ആള് പോയി വീണ് ബൈക്ക് അങ്ങോട്ട് തെറിച്ചു പോയി. എന്ത് ബൈക്ക് കടലാസ് കൊണ്ട് ഉണ്ടാക്കിയതാ. ഓക്കെ, നമുക്ക് നിഞ്ച എടുത്തിട്ട് ഇനി അടിക്ക് പോവാ. ഷെടാ, അതെന്താ ഫ്ലൈയിങ് നിഞ്ചേ കുടുങ്ങി മൂഞ്ചി. ഓക്കെ, ഇതെന്താ പിന്നെയും പറക്കണ്. നമ്മളെ എൻഡോവർ എവിടെ? ഓക്കെ, എൻഡോവർ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് എവിടെ വണ്ടി നീക്കച്ചാ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയാണ്. നേരെ പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് പോവാ. ഓക്കെ ഗൈസ്, നിങ്ങൾ ഗസ് ചെയ്ത കറക്റ്റ് ആണോ ഇല്ലെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യട്ടോ. നിഞ്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങളെ ഗസ്സിങ് ശരിയാണോ ഇല്ലേ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എവിടെ വണ്ടി ഉണ്ടാവുക? പോലീസുകാർ സീനാക്കുവോ? ഇനി വണ്ടി എടുക്കാൻ പോയി എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ഒന്ന് ഇറങ്ങി വെക്കാം എവിടെ വണ്ടി ഉള്ളതെന്ന് നോക്കാം. ഇവിടെ വണ്ടി കാണാനൊന്നുമില്ല. ഓക്കെ, പോയി ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി വെക്കണം. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഈ ഹെൽമെറ്റൊക്കെ ഒന്ന് ഊരി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി വെക്കട്ടെ. നമ്മൾ ഹെൽമെറ്റൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. പിന്നെ സാറേ, ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നോട്ടെ. ബ്രോ, ഹലോ സാറേ. ഈ സാറിന് ചെവി കേൾക്കില്ല തോന്നുന്നു, അല്ലെങ്കിൽ വായയിൽ വല്ല അപ്പം കയറ്റി വെച്ചിരിക്കും. ഓക്കെ, നമുക്ക് ഇനി നേരെ മേലെ. അയ്യോ, അടീത്തോന്മാരെന്തെങ്കിലും സീനാക്കുവോ? ഇല്ല, അവന്മാരെന്താ കിളി പോയ പോലെ ഇരിക്കേ. അവന്മാരെ വായാലും അപ്പം കയറ്റി വെച്ചിരിക്കുമെന്ന് തോന്നണേ. നമുക്കൊന്ന് മേലെ കയറി നോക്കി വെക്കാം. മേലെ ഉണ്ട. ഓക്കെ, ഉണ്ടപ്പൊരി ഉണ്ട് മേലെ. ഷെടാ, ഈ ഹിഡൻ വെഹിക്കിളൊക്കെ എവിടെ പോയി കിടക്കണ്? വെറുതെ അല്ല, ഹിഡൻ ആയിട്ട് തന്നെ കിടക്കണത്. അല്ല, ഞാൻ എന്തൊക്കെയാ പറയണേ? ഹിഡൻ വെഹിക്കിൾസ് ഹിഡൻ സ്ഥലത്തല്ലേ കൊണ്ടാക്കുള്ളൂ. പിന്നെ നമ്മളെ നേരിട്ട് കൺമുന്നിൽ തന്നെ കൊടുന്നേക്കണമെന്നില്ലല്ലോ. എവിടെ ഉണ്ടാവാന്ന് എനിക്കറിയാം ഗൈസ്. ഒന്നല്ല ബാക്കിലാവും, ബാക്കിലും ഇല്ലെങ്കിൽ പിന്നെ എവിടെ കൊണ്ടാക്കുമാര്. ബാക്കിലുണ്ട് തോന്നുന്നു. ഇതെന്തൂട്ടാ? ഇത് RGB നിസാൻ GTR. വാട്ട്? ഇതെന്തൂട്ട് നിസാൻ GTR ഡേ? ഈ RGB അയക്കിയോണ്ട് ഒരു സുഖമില്ല കേട്ടോ. എന്തായാലും എന്താ, നമുക്കൊരു വണ്ടി കിട്ടിയില്ലേ. ഹിഡൻ വെഹിക്കിൾ എന്നും പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടിയില്ലേ. ഇനി നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് ഒന്ന് റോട്ടിലോട്ട് ഇറങ്ങാം.
ഓക്കെ ഗൈസ്, നമ്മളെല്ലാ ഹിഡൻ വെഹിക്കിൾസ് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഗൈസ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക. ലൈക്ക് ടാർഗറ്റ് ഒരു 50 ആണ്. പിന്നെ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 10K ആണ് നമ്മളെ സബ്സ്ക്രൈബ് ഫാമല്ല ഫാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഗൈസ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞ പോലെ തന്നെ. പിന്നെ നാളെ ഗാർഡൻ ഓഫ് ബെൻ കളിക്കണമെന്ന് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നാളെ ആ ഒരു ഗെയിം നമ്മൾ കളിക്കണോ വേണ്ടേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ചി ഗെയിം പ്ലേ വീഡിയോ വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.